ഓക്കെ, സോ ഓഫർ സീസൺ വരാൻ പോവുകയാണ്. ഈ ഒരു ലീക്ഡ് ഇമേജ് അനുസരിച്ച് നമ്മളിൽ മിക്കവരും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഫ്ലിപ്കാർട്ടിലെ ബിഗ് ബില്യൺ ഡേ സെയിൽ സെപ്റ്റംബർ 30 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ മിക്കവാറും ആമസോണിൽ വരാൻ പോകുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ഷോപ്പിംഗ് ഫെസ്റ്റിവലും ഏകദേശം അതേ ഡേറ്റിൽ സ്റ്റാർട്ട് ചെയ്യും. ഈ രണ്ട് വെബ്സൈറ്റുകളിലും വരാൻ പോകുന്ന ഓഫേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഈ ഓഫർ സമയത്ത് നിങ്ങൾ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ, പ്രത്യേകിച്ചും സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷ് പാഴായി പോകാതിരിക്കാൻ വേണ്ടിയുള്ള ചില വളരെ ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, വാങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യണം, പ്ലസ് വാങ്ങിക്കഴിഞ്ഞ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. അവസാനം വരെ കാണുക. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാം. ആ ഒരു പ്രോഡക്റ്റിന്റെ ആവശ്യം നിങ്ങൾക്ക് ശരിക്കും ഉണ്ടോ ഇല്ലയോ എന്നാണ്. ഓക്കെ, ഓഫറിൽ വരുന്നുണ്ട്, സോ കുറച്ച് പൈസ ലാഭിക്കാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളത് വാങ്ങിയേനെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാത്രമേ നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങാവൂ. ഓക്കെ, ഈ സംഭവം FOMO ഫോമോ എന്ന് പറയും, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഇനി അങ്ങോട്ട് ഒരു മാസം, പ്രത്യേകിച്ചും ഈ ഓഫർ സെയിൽ തുടങ്ങിയ പിന്നെ എല്ലായിടത്തും ഇതിനെക്കുറിച്ചുള്ള സംസാരമായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ടും റിലേറ്റീവ്സും നിങ്ങളുടെ വീട്ടിലുള്ളവരും പുറത്തുള്ളവരും എല്ലാവരും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരിക്കും. ഒരാൾ സ്മാർട്ട് ഫോൺ വാങ്ങുന്നു, ഒരാൾ ഓഫറിൽ ലാപ്ടോപ്പ്, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, AC എല്ലാവരും ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു മിസ്സിംഗ് ഔട്ട് ഫീലിംഗ്. അതായത് അയ്യോ, ഇനി ഞാൻ ഈ ഓഫർ സമയത്ത് വാങ്ങിയില്ലെങ്കിൽ പിന്നീട് എല്ലാവരും എന്നെ കളിയാക്കുമോ, എടാ നീ ഓഫർ സമയത്ത് വാങ്ങിക്കേണ്ടായിരുന്നു, ഇപ്പം എന്തായാലും പ്രൈസ് കൂടിയില്ലേ, അല്ലെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് എനിക്ക് പശ്ചാത്താപം ഉണ്ടാവുമോ, ഇന്ന് ഞാൻ വാങ്ങിയില്ല. അതുകൊണ്ട് ഈ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിന്റെ ഇമോഷൻ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഈ പറഞ്ഞ വെബ്സൈറ്റുകളുടെയും ഈ പറഞ്ഞ ബ്രാൻഡുകളുടെയും മെയിൻ ഉദ്ദേശം. സോ ഈ ഒരു ഫോമോടെ കെണിയിൽ ചെന്ന് ചാടരുത്. നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ആണ് വാങ്ങാൻ പോകുന്നത്, ആ ഒരു പ്രോഡക്റ്റ് തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ ആമസോൺ, ഫ്ലിപ്കാർട്ട് വെബ്സൈറ്റുകളിൽ കയറാവുള്ളൂ. അല്ലാതെ ആഹാ ഓഫറൊക്കെ ഉണ്ടല്ലോ എന്നാൽ പിന്നെ നോക്കിയേക്കാം എന്തൊക്കെയുണ്ടെന്ന് ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കയറിയാൽ അനാവശ്യമായ കുറേ പ്രൊഡക്റ്റുകൾ നിങ്ങൾ വാങ്ങിക്കൂട്ടും, പിന്നീട് പശ്ചാത്തപിക്കും. ഓക്കെ, സോ നിങ്ങൾ തീരുമാനിച്ചു ഏത് പ്രൊഡക്റ്റാണ് വാങ്ങേണ്ടത്, എവിടെ നിന്നാണ് വാങ്ങേണ്ടത്, എല്ലാം തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, ഈ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇന്നല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രാൻഡ് ആണെങ്കിലും ഈ ഓഫർ സീസണിന് തൊട്ട് മുന്നേ ആയിട്ട് ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളുടെ പ്രൈസ് കൂട്ടും. ഫോർ എക്സാമ്പിൾ, ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് 30,000 രൂപയായിരിക്കും. ഇവരെന്ത് ചെയ്യും, അത് നൈസായിട്ട് ഒരാഴ്ച മുന്നേ 35,000 റുപ്പീസ് ആക്കും, 35,000 രൂപയാക്കും. എന്നിട്ട് അത് കട്ട് ചെയ്ത് 28,000 രൂപ എന്ന് പറഞ്ഞിടും. സോ നിങ്ങൾ വിചാരിക്കും 7,000 രൂപയുടെ ഡിസ്കൗണ്ട്, ഇതെന്തായാലും വാങ്ങണം. പക്ഷേ ശരിക്കുള്ള ഡിസ്കൗണ്ട് 2,000 രൂപയുടെ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾ തീർച്ചയായിട്ടും പ്രൈസ് ട്രാക്ക് ചെയ്യണം. ഇനി മാനുവലി നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് 2 പ്രൊഡക്റ്റേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് മാനുവലി ട്രാക്ക് ചെയ്യാൻ പറ്റും. എന്നും കയറി നോക്കിയാൽ മതി പ്രൈസ് എത്രയാണ്. ഇനി മാനുവലി ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ട്രാക്കിംഗ് ഈ പ്ലഗിൻസ് ഒക്കെ ഉണ്ട്, ട്രാക്കിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിന്റെ പ്രൈസ് എത്രമാത്രം കൂടിയിട്ടുണ്ട്, എത്രമാത്രം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ്. സെക്കൻഡ്, ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ MRPയുടെ കളി. ഒരു സ്മാർട്ട് ഫോണും ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റും കറക്റ്റ് MRPയിലല്ല ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, 25,000 രൂപയുടെ ഫോൺ ആണെന്ന് വിചാരിച്ചു, അതിന്റെ ആക്ച്വൽ MRP 32,000 രൂപയായിരിക്കും. പക്ഷേ അതിന്റെ സെല്ലിംഗ് പ്രൈസ് 25,000 രൂപയായിരിക്കും. ഈ ഓഫർ സമയത്ത് പല ബ്രാൻഡുകളും അല്ലെങ്കിൽ മിക്ക എല്ലാ ബ്രാൻഡുകളും പിന്നെ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ടും ഈ MRP ആക്ച്വൽ പ്രൈസ് ആയിട്ട് കാണിച്ചിട്ട് അവിടുന്ന് കട്ട് ചെയ്തിട്ടാണ് ഡിസ്കൗണ്ട് പ്രൈസ് എഴുതുന്നത്. സോ ആ സെയിം എഫക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് തോന്നും ഭയങ്കരമായിട്ടുള്ള ഡിസ്കൗണ്ട് ആണ് തരുന്നത്, പക്ഷേ ഡിസ്കൗണ്ട് ഒരുപക്ഷെ വളരെ കുറവായിരിക്കും. ഓക്കെ, പിന്നെ അറിയാലോ ക്രെഡിറ്റ് കാർഡിന്റെ കളിയാണ്, ഒന്നും പറയാനില്ല. ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് ബിഗ് ബില്യൺ ഡേ സെയിലും ഗ്രേറ്റ് ഇന്ത്യൻ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ നമുക്ക് ആ ആക്ച്വൽ പ്രൈസിൽ ഇളവ് കിട്ടും ഫോർ ഷുവർ. ബാക്കി ഇൻഡിപെൻഡൻസ് ഡേ സെയിലാണെങ്കിലും റിപ്പബ്ലിക് ഡേ സെയിലാണെങ്കിലും വെറുതെയാണ്. ഈ ഓഫർ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന പ്രൊഡക്റ്റ് എന്താണെന്നറിയാം, ക്രെഡിറ്റ് കാർഡുകൾ. ഈ പറയുന്ന 3 ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് എവിടുന്നെങ്കിലും ഒപ്പിച്ചോ. SBI, HDFC, ICICI വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഈസിലി 2,000, 2,500, 3,000 രൂപ, ഈവൻ 5,000 റുപ്പീസ് വരെ ചില പ്രൊഡക്റ്റുകളിൽ 5,000 റുപ്പീസ് വരെയുള്ള ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങളുടെ അച്ഛനോ അമ്മയോ സഹോദരനോ ലവറോ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ആരും ആയിക്കോട്ടെ, എവിടുന്നെങ്കിലും ഈ പറയുന്ന 3 മെയിൻ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് ഒപ്പിച്ചാൽ ഒരുപാട് ഓഫേഴ്സ് നിങ്ങൾക്ക് ഈടാക്കാൻ പറ്റും. ഇനി ക്രെഡിറ്റ് കാർഡുകൾ സംഘടിപ്പിച്ചാൽ മാത്രം പോരാ, പാതിരാത്രി കുത്തിയിരിക്കുകയും വേണം. ഈ പറഞ്ഞ ഓഫറുകൾ തുടങ്ങുന്നത് 12 AM, അതായത് രാത്രി 12 മണിക്കാണ്. ആ സമയത്ത് കാത്തിരുന്നാൽ നാടിനെ കുലുക്കുന്ന തരത്തിലുള്ള ഈ ഓഫേഴ്സ് വരാറുണ്ടല്ലോ. അതായത് ഈ ഐഫോൺസ് ഭയങ്കര ഡിസ്കൗണ്ടിൽ, S24 Ultra ഒക്കെ ഭയങ്കര ഡിസ്കൗണ്ടിൽ കിട്ടാറുണ്ട്.
സ്റ്റോക്സ് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ആ ലിമിറ്റഡ് സ്റ്റോക്സ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ രാത്രി കുത്തിയിരുന്നോളൂ. പറ്റുമെങ്കിൽ ഈ 2 വെബ്സൈറ്റുകൾ, ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും, ഈ 2 വെബ്സൈറ്റുകളുടെ പ്ലസ് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ പ്രൈം മെമ്പർഷിപ്പ് ഉള്ള അക്കൗണ്ടുകൾ എവിടെന്നെങ്കിലും ഒപ്പിച്ച് വെച്ചോളൂ. ഓക്കെ, ഇനി കിട്ടിയില്ലെങ്കിലും ഫോർ എക്സാമ്പിൾ നിങ്ങൾ വാങ്ങാൻ പോകുന്ന പ്രൊഡക്റ്റിന്റെ പ്രൈസ് 50,000 രൂപ 60,000 രൂപയൊക്കെ ആണെങ്കിൽ ഒരു 1 മന്ത് സബ്സ്ക്രിപ്ഷൻ 130 150 രൂപയുടെ 1 മന്ത് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും. എല്ലാവരും വാങ്ങിക്കുന്നതിന് മുമ്പ് മിക്ക എല്ലാ ഫോണുകളും അല്ലെങ്കിൽ എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ കൂടെ നിങ്ങൾക്ക് ഈ നോ കോസ്റ്റ് EMI ഓഫേഴ്സ് വരാറുണ്ട്. ഞാൻ നോർമലി EMIയിൽ വാങ്ങാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം പിന്നീട് നമുക്കറിയില്ലല്ലോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ വന്നാൽ നമ്മൾ പെട്ടുപോകും. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ഫുൾ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിന്റെ കൂടെ ഈ നോ കോസ്റ്റ് EMI, നോ കോസ്റ്റ് മാത്രമേ എടുക്കാവൂ, ബാക്കി ഇൻട്രസ്റ്റ് കൊടുക്കുന്ന EMI ഒന്നും എടുത്തേക്കരുത്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ആ ഒരു ക്യാഷ് ഉണ്ടല്ലോ, ആ ക്യാഷ് പിന്നീട് അനാവശ്യമായ രീതിയിൽ ചിലവാക്കി കളയരുത്. ഓക്കെ, അത് അവിടെ ഇരുന്നോട്ടെ, അത് വെച്ച് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം ഈ പറഞ്ഞ EMI. കാരണം EMIയുടെ കൂടെ നല്ല ഓഫേഴ്സ് കിട്ടാറുണ്ട്. ഏറ്റവും മാക്സിമം ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഓഫേഴ്സ് EMIയുടെ കൂടെ, നോ കോസ്റ്റ് EMIയുടെ കൂടെയാണ് കിട്ടുന്നത്. പിന്നെ എക്സ്ചേഞ്ച് ഓഫേഴ്സ് കിട്ടാറുണ്ട്. പലപ്പോഴും ഒന്നെങ്കിൽ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടുള്ളൂ. എൻ്റെ സജഷൻ ആയിരിക്കും ക്രെഡിറ്റ് കാർഡ് എടുക്കുക. കാരണം എക്സ്ചേഞ്ചിൽ പലപ്പോഴും പലർക്കും ഈ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ എക്സ്ചേഞ്ചിന് വേണ്ടി കാത്തിരിക്കും, എന്നിട്ട് ഈ ഡെലിവറി ബോയ് വന്നിട്ട് പറയും, അയ്യോ ഇവിടെ കുറേ സ്ക്രാച്ച് ഉണ്ടല്ലോ, അപ്പോൾ ഇത്രയും പൈസ കുറയ്ക്കും, അയ്യോ ഇതിൻ്റെ സ്ക്രീനിൽ എന്തോ സംഭവം, ഇത്രയും പൈസ കുറയ്ക്കും. പിന്നെ നമ്മൾ അവശനായിട്ട് അത് വാങ്ങും. എന്തായാലും വന്നില്ല, വേണ്ട, എക്സ്ചേഞ്ചിൻ്റെ എന്ത് വേണമെങ്കിലും തന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങും. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഓഫർ സെലക്ട് ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ പഴയ സ്മാർട്ട് ഫോൺ കിടപ്പുണ്ടെങ്കിൽ ദിർ ഇസ് നോ പ്രോബ്ലം. നല്ല എക്സ്ചേഞ്ച് ബോണസ് കിട്ടുന്നുണ്ടെങ്കിൽ കൊടുത്തോളൂ. പിന്നെ ഈ ഗംഭീര ഓഫേഴ്സ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഐഫോൺസിലും സാംസങ് ഫോൺസിലും കൂടെ കിട്ടുന്ന ഓഫറുകൾ. ഈ ഒരു ഓഫർ വെച്ച് ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും വളരെ ചീപ്പ് കളികൾ കളിക്കാറുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഐഫോൺ 14 39,999 കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ നോക്കിയിരിക്കുകയായിരിക്കും. പക്ഷെ എന്ത് പറ്റും, പെട്ടെന്ന് സ്റ്റോക്ക് ക്ലിയർ ആവും. നെക്സ്റ്റ് സ്റ്റോക്ക് വരുമ്പോൾ അവർ 2,000 രൂപ കൂട്ടും. നിങ്ങളുടെ മനസ്സിലുള്ള പ്രൈസ് 40,000 റുപ്പീസ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ എത്രയായി പ്രൈസ്? 42,000 റുപ്പീസ്. നിങ്ങൾ അതും ട്രൈ ചെയ്ത്, അതും കിട്ടിയില്ല. നെക്സ്റ്റ് പ്രൈസ് ആയിരിക്കും 44,999. സോ പ്രൈസ് ഓൾറെഡി 5,000 രൂപ കൂടി. പക്ഷെ നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഫൈനലി നിങ്ങൾ ആ പ്രൈസിൽ വാങ്ങും. സോ നിങ്ങൾക്ക് 5,000 റുപ്പീസ് ആണ് നഷ്ടമായിരിക്കുന്നത്. ഓക്കെ, ഇതും ഫോമോ ആണ്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അയ്യോ മിസ്സായി പോയി, ഇനി കിട്ടുമോ ഈ പ്രൈസിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങളങ്ങ് വാങ്ങും. സോ കുറച്ച് സെൽഫ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വേണം. ആമസോൺ ഫ്ലിപ്കാർട്ട് മാത്രമല്ല, ബാക്കി വെബ്സൈറ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ റിലയൻസിന് ഡിജിറ്റൽ ഉണ്ട്, ക്രോമയിൽ അത്യാവശ്യം ഡിസ്കൗണ്ട്സ് ഒക്കെ വരാറുണ്ട്. ഈ പറഞ്ഞ വെബ്സൈറ്റുകളും ചെക്കൗട്ട് ചെയ്യുക. സോ നിങ്ങൾ കഷ്ടപ്പെട്ട് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഓഫറുകളും EMI എല്ലാം ഉപയോഗിച്ച് രാത്രി കുത്തിയിരുന്ന് നിങ്ങളുടെ ഫേവററ്റ് പ്രൊഡക്റ്റ്, സ്മാർട്ട് ഫോൺ, TV, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, AC, വാഷിംഗ് മെഷീൻ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞു. പക്ഷെ അവിടെ തീരുന്നില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ, പ്രത്യേകിച്ചും സ്മാർട്ട് ഫോൺ ആണെങ്കിൽ അവർ ഓപ്പൺ ബോക്സ് ഡെലിവറി തരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ തന്നെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും. അങ്ങനെ അല്ലാത്ത സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആമസോണിൽ നിന്നാണ് വാങ്ങിയതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് സ്വീകരിക്കുന്നില്ല. അതായത് ആ ഒരു പ്രോഡക്റ്റ് റിസീവ് ചെയ്യുന്ന ആ ഒരു നിമിഷം തൊട്ട് ആ ഒരു ബ്രൗൺ ബോക്സ് ഓപ്പൺ ചെയ്യുന്നതും ആ ഒരു പ്രൊഡക്റ്റിന്റെ ബോക്സ് ഓപ്പൺ ചെയ്യുന്നതും ആ ഒരു പ്രൊഡക്റ്റ് പുറത്തെടുത്ത് സ്വിച്ച് ഓൺ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നത് വരെ 1 ടേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറക്കരുത്. പ്രത്യേകിച്ചും സ്മാർട്ട് ഫോൺ ആണെങ്കിൽ. അല്ലെങ്കിൽ പെട്ടി തുറക്കുമ്പോൾ ഉള്ളിൽ കല്ലോ ഇഷ്ടികയോ സോപ്പ് പെട്ടിയാണെങ്കിൽ പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലസ് ഈ ഒരു വീഡിയോ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.